പായസമില്ലാതെ എന്തോണം അല്ലേ? എത്ര കുടിച്ചാലും മതി വരാത്ത പാലട പ്രഥമനാണ് കേട്ടോ നമ്മുടെ ഓണ രുചികളിലെ ഇന്നത്തെ വിഭവം. ഇന്നത്തെ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഡബിൾ ഹോഴ്സിന്റെ പായസം മിക്സ് കേട്ടോ 300 ഗ്രാമിന്റെ പായസം മിക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ഞാൻ 1.5 ലിറ്റർ പാലങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ. അതിന്റെ കൂടെ തന്നെ 1/2 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാല് നല്ലതുപോലെ അങ്ങ് തിളപ്പിക്കാൻ വെക്കാം. തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പാലടി കരിഞ്ഞു പിടിക്കും കേട്ടോ. പാല് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആ പാലട പായസം മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ പഞ്ചസാര മുഴുവനും ചേർക്കുന്നില്ല, അത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മധുരമായിരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ട് ഒരു മുക്കാൽ മണിക്കൂർ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നല്ലപോലെ അങ്ങ് കുറുക്കിയെടുക്കണേ. ദേ ഈ ഒരു പരിവായപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം തണുത്ത് കഴിയുമ്പോൾ അതങ്ങ് കുറുകും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അൺസോൾട്ടഡ് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യിൽ വറുത്ത കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ. ദേ ഇത്രയും പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ആ മിക്സിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തന്നെ നമ്മുടെ പായസത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചങ്ങ് എടുത്ത് മാറ്റിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാനിത് പഴവും പപ്പടവും കൂട്ടിയാണ് കഴിച്ചത്. പപ്പടം കൂട്ടാൻ അത്ര ടേസ്റ്റ് ഇല്ല, ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ബോളി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഈ പായസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ.